ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മളെ പ്ലാന്റിനൊക്കെ ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. പ്ലാന്റ് ഗ്രോത്ത് നല്ലോണം ഉണ്ടാവാനും പിന്നെ എന്താ പറയുക, മുട്ടും പൂവും വരാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകും. പിന്നെ എന്തെല്ലാം കംപ്ലൈൻറ്റ് ഉണ്ടോ അതൊക്കെ പോകും. എല്ലാ മുട്ടും പൂവും നിറയെ വരും ചെയ്യും, എല്ലാ കംപ്ലൈൻറ്റും മാറും ചെയ്യും. അതിനൊക്കെ പറ്റിയൊരു വളമാണ് കേട്ടോ കൊടുക്കുന്നത്. കേടുകൾ വരാതിരിക്കണമെങ്കിൽ അതുണ്ടാവില്ല, അത് തടയും. അതേപോലെ ഉറുമ്പുകൾ, പാറ്റകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കേട്ട് അതൊക്കെ പോവും. എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. പ്ലാന്റൊക്കെ ഇപ്പോൾ നല്ല ഹെൽത്തിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ചൂട് ഇപ്പോൾ അത്രക്കും ചൂടാണല്ലോ, ചൂട് താങ്ങാൻ പറ്റണില്ല. വെള്ളമൊക്കെ നനച്ച് കൊടുത്തു. ഇപ്പോൾ ഞാൻ ഫുള്ള് നനച്ച് കൊടുത്തു. അതിൻ്റെ ശേഷമാണ് നമ്മൾ വളം കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ കൊടുക്കുമ്പോൾ അധികം ഓർഗാനിക് തന്നെയാണ് കൊടുക്കുക. ഇപ്പോൾ ചൂടുകാലമല്ല, അപ്പോൾ ചൂടുകാലത്ത് അധികം ഓർഗാനിക് കൊടുക്കാൻ ശ്രമിക്കുക. വല്ലപ്പോഴും മാത്രം ഒരു കെമിക്കൽ കൊടുത്താൽ മതി കേട്ടോ. കഴിയുന്നിടത്തോളം ഓർഗാനിക് തന്നെ കൊടുക്കുക. പ്ലാന്റൊക്കെ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നിങ്ങളോട് നന്നായി വന്ന് മുട്ടും പൂവൊക്കെ ഉണ്ടാവണം. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് അതിൽ കൊടുക്കുന്നത് എന്താ വെച്ചാൽ കറുകപ്പട്ടൻ്റെ പൊടിയാണ് കേട്ടോ. അത് പച്ച വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടെങ്കിൽ മേലെ ഇങ്ങനെ പൊന്തി നിൽക്കും. അതുകൊണ്ടാണ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിടുന്നത് കേട്ടോ. വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിലിട്ടാൽ തന്നെ അതൊന്ന് കലങ്ങി കിട്ടും കേട്ടോ. കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ പൗഡർ. ചിന്നമൺ അല്ലേ, ചിന്നമൺ പൗഡറാണ് കേട്ടോ. ഇത് നമ്മൾ വെറും വെള്ളത്തിൽ കലക്കണമെങ്കിൽ കലങ്ങൂല കേട്ടോ. അതാണ് വെള്ളം ചൂടാക്കിയിട്ട് കലക്കിക്കണത്. കണ്ടില്ലേ, ആ കയ്യിൽ തന്നെ ഒരു കയ്യിൽ പൊടി ഇട്ടേക്കണം കേട്ടോ. അത് മിസ്സായി പോയതാന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുത്തൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അതതിൽ കിട്ടിയിട്ടില്ല തോന്നുന്നു. ആ കയ്യിൽ തന്നെ ഒരു കയ്യിലാണ് എടുത്തിട്ടുള്ളത്. രണ്ട് നമ്മൾ എന്താ പറയുക, സ്പ്രേയറിൽ ഒരു 2 സ്പ്രേയറൊക്കെ നമുക്ക് നിറക്കാനുണ്ടാവും കേട്ടോ. ഒരു കയ്യിലാണ് എടുത്തിട്ടുള്ളത്. പകുതി ഒരിക്കലും പാർന്നിട്ട് നമ്മൾ കൊടുക്കട്ടെ. അരിച്ച് കൊടുക്കണേ. അരിച്ചാൽ തന്നെ പോകില്ല, അത് നല്ല കട്ടി ഉണ്ടാവും. എന്നിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു പകുതി എടുത്തിട്ട് അതിലേക്ക് പാർന്നിട്ടുണ്ട്. ഇനി അത് വെള്ളം നീട്ടിയിട്ട് നല്ലോണം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അത് കാണുന്നില്ല, അപ്പോൾ അതുകൊണ്ട് മൊബൈൽ വെച്ചിട്ട് വേണം അത് അതിലേക്ക് തട്ടി കൊടുത്ത് ശരിയാക്കാൻ. നല്ലോണം ചൂടാറിയിട്ട് ചെയ്യണം കേട്ടോ. അത് ചൂടാറിയിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ എങ്ങനെയായിട്ടും അത് പിന്നെ അരിപ്പൻ്റെ ഉള്ളിൽ കൂടെ അരിച്ച് പോകണില്ല, പൊടി അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് വെള്ളം ചേർത്തിട്ട് ആക്കി കൊടുക്കട്ടെ കേട്ടോ. കാണിച്ചു തരാം. കേട്ടോ, അത് അരിച്ചപ്പോൾ നമുക്ക് ഇത്രയും പൊടി അതിന് കിട്ടി. ഇനി അതിൽ കൂടെ തന്നെ വെള്ളം പാർന്നിട്ട് അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ അതിൻ്റെ സ്മെല്ലൊക്കെ അതിൽ തന്നെ പോയിക്കോളും. നമ്മൾ എന്താ പറയുക, നിങ്ങളോട് പ്ലാന്റിന് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുന്നുണ്ട്. ഇത് ഏറ്റവും നല്ല ഫെർട്ടിലൈസറാണ് കേട്ടോ. ഏറ്റവും നല്ല ഫെർട്ടിലൈസറാണ്. അപ്പോൾ പ്ലാന്റൊക്കെ നമുക്ക് ചീത്തയായി ഇങ്ങനെ നിൽക്കുമ്പോൾ പ്ലാന്റിന് പ്രതിരോധ ശേഷി ഉണ്ടാവാനും ഇമ്മ്യൂണിറ്റി പവർ കൂടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ മാറി കൊടുക്കുക. നമ്മളിപ്പോൾ ഈ പോളിബയോൺ കൊടുത്തല്ലോ, അത് നമ്മളെ പ്ലാന്റിന് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ്. അത് വാങ്ങാത്തവരൊക്കെ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് എന്തായാലും കൊടുത്തോളൂ. പോളിബയോൺ ഏറ്റവും നല്ലത് പറഞ്ഞാൽ നല്ലോണം ഇമ്മ്യൂണിറ്റി പവർ കൂടാനും പെട്ടെന്നൊന്നും പ്ലാന്റിന് ഒരു കേട് വരാതിരിക്കാനും ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഫെനലോപ്സിസിൻ്റെ ഇല ചീച്ചിലൊക്കെ അത് കൊടുത്തതിന് ശേഷം വല്ലാതെ വന്നിട്ടില്ല, പിന്നെ കണ്ടിട്ടില്ല അവിടെ. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ് അത് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ എല്ലാ പ്ലാന്റിനും കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും കൊടുക്കാറുണ്ട്. ഏത് വളം കൊടുക്കണമെങ്കിലും മൊത്തത്തിലാണ് കൊടുക്കാറ് കേട്ടോ. വേറൊരു പ്ലാന്റിൽ നിന്ന് ഈ പ്ലാന്റിക്ക് അസുഖം വരരുത് എന്ന് കരുതിയിട്ടാണ് എല്ലാ പ്ലാന്റിനും കൊടുക്കുന്നത് കേട്ടോ. ഫെനലോപ്സിസ്, ഡെൻഡ്രോബിയം, മുക്കാറ, വാൻഡ, അതുപോലെ ബാക്കി റോസ് ചെടികൾ,
അങ്ങനെയുള്ള എല്ലാത്തിനും കൊടുക്കും കേട്ടോ. പൂക്കുന്ന ചെടികൾക്കൊക്കെ എല്ലാത്തിനും കൊടുക്കും. ഗ്രൗണ്ട് ഓർക്കിഡിനൊക്കെ കൊടുക്കും കേട്ടോ. കൊടുക്കുന്നതൊന്ന് ചെറുതായിട്ട് ഒന്ന് പാറിപ്പിച്ച് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. വേറെ എന്തെങ്കിലും ഒരു അസുഖം അത് കാരണം ഏതെങ്കിലും ഒരു പ്ലാന്റിൽ ഉണ്ടെങ്കിൽ അതിൽ ഇനി വേറൊരു പ്ലാന്റൊക്കെ പകരരുത് എന്ന് കരുതിയിട്ടാണ് കേട്ടോ അത് കൊടുക്കുന്നത്. പ്ലാന്റിൻ്റെ വേരുകളൊക്കെ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. എന്തായാലും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കി. ഞാൻ കൊടുക്കുന്നത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കട്ടോ. നമുക്കൊരു മാസം കൊണ്ട് ഇനി നിറച്ച് മുട്ടും പൂവൊക്കെ വിരിയിക്കണ്ടേ. ഇപ്പം തന്നെയൊക്കെ കുറേശ്ശെ വിരൽ തുടങ്ങിയിരിക്കണു. അപ്പം നല്ല ചൂടാണ്, നമുക്ക് പോലും താങ്ങാൻ പറ്റാത്ത ചൂടാണ്. ഈ ഒരു പൂവ് വിരിഞ്ഞ് കണ്ടില്ല, നമുക്കും കൂടി താങ്ങാൻ പറ്റണില്ല എന്നാൽ നമുക്കും കൂടി താങ്ങാൻ പറ്റില്ല. പറ്റുന്നവരൊക്കെ 2 നേരം നനക്കാൻ പറ്റുമെങ്കിൽ 2 നേരം തന്നെ നനച്ചോളൂ കേട്ടോ. ഞാൻ പിന്നെ ഒരു നേരം നനക്കലുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് പിന്നെ നമ്മളാ സ്പ്രിങ്ക്ലർ കൂടെ നനക്കാവുകൊണ്ട് അതിൻ്റെ കൂമ്പിലൊക്കെ വെള്ളം നിൽക്കും. അപ്പോൾ വൈകുന്നേരം നനച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതതിൽ തങ്ങി നിൽക്കണ്ടെന്ന് കരുതിയിട്ട് രാവിലെ ഒരു നേരം മാത്രമേ കൊടുക്കാറുള്ളൂ. നല്ല ചൂടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി കൂമ്പിൽ വെള്ളമായാലും അത് അപ്പം തന്നെ വലിഞ്ഞു പോകും ആ ചൂടുകൊണ്ട്. എന്നാലും പ്ലാന്റൊക്കെ നല്ല ഉഷാറാണ്. രാവിലെ ഒരു നേരം നനച്ചാലും ഇപ്പോൾ പുള്ളി പോണ ഇടങ്ങേറുകളൊന്നും ഇല്ല കേട്ടോ. മറ്റേ പ്ലാന്റിൻ്റെ ലീഫൊക്കെ പുള്ളി പോയി ആകെ ഇടങ്ങേറായി നിൽക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ കുറേശ്ശൊക്കെ പൂക്കളൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട്. ഓർഗാനിക് മാത്രം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. കുറേശ്ശൊക്കെ പൂക്കൾ വന്നില്ല. ഈ പൂവ് ഒരുപാട് കാലം നിൽക്കുന്ന പൂവാണ് കേട്ടോ. ഈ ഒരു പൂവ് നല്ല സ്മെല്ലുമാണ്, ഒരുപാട് ലാസ്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.